Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 4 അനുസരിച്ചിട്ടാണ്. ഇവിടെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കണം. എന്താണ് ഡെഫിനിഷൻ? So a bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. Clear? But definition പഠിച്ചു വയ്ക്കുക. എൻ്റെ സെക്ഷൻ നമ്പർ 5 ആണ് കേട്ടോ. സോ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അല്ലേ, ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഷുഡ് ബി റൈറ്റിംഗ് ഇൻ ക്ലിയർ, ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോമിസറി നോട്ട് നോക്കുന്ന സമയത്ത് നോക്കി, ഇറ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. അവിടെ പ്രോമിസാണുള്ളത്, അൺകണ്ടീഷണൽ പ്രോമിസാണ് വരിക അല്ലേ. അതുകൊണ്ടാണ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ഇവിടെ പ്രോമിസ് അല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ എന്തല്ല, പ്രോമിസ് അല്ല. പകരം എന്താ, ഇറ്റ് ഈസ് എൻ അൺകണ്ടീഷണൽ ഓർഡർ. നമ്മൾ വേറൊരു വ്യക്തിയുടെ അടുത്ത് പറയണം, അതാ ഇന്ന ദിവസം നിങ്ങൾ പൈസ തന്നിരിക്കണം അല്ലെങ്കിൽ തരിക, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ നൽകുന്നൊരു ഓർഡറാണ്, ക്ലിയർ. സോ അൺകണ്ടീഷണൽ ഓർഡർ സൈൻ ബൈ ദ മേക്കർ. ആരാണ് സൈൻ ചെയ്യേണ്ടത്? മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ സൈൻ ചെയ്യണം. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പൈസ തരാമെന്നില്ല, പിന്നെയോ ഡ്രോയർ പറയാണ് ഇന്ന വ്യക്തി അല്ലേ, അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി പൈസ തരണം അല്ലേ. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ, മറ്റേതോ വ്യക്തിയുടെ അടുത്ത് പൈസ തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ക്ലിയർ. എ സർട്ടൻ സം ഓഫ് മണി, വ്യക്തമായുള്ള ഒരു പൈസ അതിൽ കാണിച്ചിരിക്കണം. ഓൺലി ടു ക്ലിയർ ഓർ ടു ദി ഓർഡർ ഓഫ്, ഒന്നുകിൽ അയാളിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ച് അല്ലേ മറ്റൊരാളോ അല്ലേ, ആ രീതിയിൽ. ഓക്കെ, ഓൺലി ടു ക്ലിയർ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ, അയാൾക്കോ അതായത് നമ്മുടെ ഡ്രോയർ ആയിട്ടുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ അയാൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് മറ്റൊരു വ്യക്തിക്കോ എന്ത് ചെയ്യുക, സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, ആരുടെ കൈവശമാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്ന അയാൾക്കോ ക്ലിയർ ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത ഡേറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ലിയർ ഡ്രോയർ എന്ന് പറയുന്ന വ്യക്തി എഴുതി തയ്യാറാക്കി മറ്റൊരു വ്യക്തിക്ക് അല്ലേ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും പ്രോമിസറി നോട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. പ്രോമിസറി നോട്ടിൽ ഡെപ്റ്ററാണ്, കടം വാങ്ങിക്കുന്ന വ്യക്തിയാണ് പ്രോമിസറി നോട്ട് തയ്യാറാക്കുക. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതല്ല, കടം നൽകുന്ന വ്യക്തിയാണ്, കടം കൊടുക്കുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുക. ആരുടെ പേരിൽ തയ്യാറാക്കുന്നു? കടം വാങ്ങിക്കുന്ന വ്യക്തിയുടെ പേരിൽ തയ്യാറാക്കുന്നു, ക്ലിയർ. എന്താണ് അയാളടുത്ത് പറയുന്നത്? ഇന്ന ദിവസമോ അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു വ്യക്തിക്കോ ഇത്ര രൂപ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ ഈ കടം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്ന വ്യക്തി എന്ത് ചെയ്യും? അതിൽ ഒപ്പിട്ട് കൊടുക്കും, ക്ലിയർ. ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അക്സെപ്റ്റൻസ്, അക്സെപ്റ്റിംഗ്, ക്ലിയർ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ബില്ല് ക്ലിയർ, അത് ഡ്രാഫ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഡ്രാഫ്റ്റ് ബില്ല് ക്ലിയർ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി മാത്രമേ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നുള്ളൂ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഒരാൾ കടം വാങ്ങിച്ചിട്ട് പോയി, നമ്മുടെ കടയിൽ നിന്നും ഷോപ്പിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് പോയി ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങിച്ചിട്ട് പോയി, അതിന് പകരമായിട്ട് ബില്ല് എഴുതി, അയാളത് ഒപ്പിട്ടില്ല, കടം വാങ്ങിച്ചിട്ട് പോയാൾ ഒപ്പിട്ടില്ല. നമ്മൾ ബില്ലൊക്കെ എഴുതി വെച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ചെയ്ത് തരുമോ? തരില്ല. കാരണം എന്താ, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുള്ളൂ, ക്ലിയർ. സോ ടു ബി കോൾഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ക്ലിയർ, the bill of exchange or to be called as a bill of exchange, clear, the bill needs to be clear made by the drawer and signed it, clear, and also it should be accepted by the drawing. ആരുടെ പേർക്കാണോ അത് എഴുതുന്നത് അല്ലേ, ഈ എഴുതുന്ന വ്യക്തിയാണ് പൈസ കൊടുക്കുന്നത്, അയാൾ പേയർ കൂടെയാണ്, പേയർ ഡ്രോയി എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കാറുണ്ട്, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് പേയർ ആയിട്ടുള്ള ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ, സെക്ഷൻ 5 അനുസരിച്ചുള്ളത്.
So a bill of exchange is a written acknowledgement of debts. ഡെപ്റ്റ് വാങ്ങിച്ചതിന് ഒരു അക്നോളജ്മെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. റിട്ടൺ ബൈ ദ ക്രെഡിറ്റർ ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റർ. ക്ലിയർ? ഓക്കെ. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഡ്രാഫ്റ്റ് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്താണ് അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഓൺലി എ ഡ്രാഫ്റ്റ്. എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഒരു ഡ്രാഫ്റ്റ് എന്നേ അറിയപ്പെടുന്നുള്ളൂ. ക്ലിയർ? അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറും. Therefore, one of the underlying features of a bill of exchange is that it has to be accepted either by a person upon whom it is drawn or by someone else or his or her behalf, for example. Clear? അപ്പോൾ ഒന്നുകിൽ എഴുതപ്പെട്ടിരിക്കുന്ന അല്ലേ വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ പേരിൽ അയാൾക്ക് വേണ്ടിയിട്ടോ വേറെ ഏതെങ്കിലും വ്യക്തിയോ അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ മാത്രമേ, ഈ കടം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഈ ഡെപ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, ക്ലിയർ, അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നുള്ളൂ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? സോ എ സോൾഡ് ഗുഡ്സ് ടു ബി അല്ലേ? എ ബിക്ക് സാധനം വിറ്റു. എ ആരാണ്? ക്രെഡിറ്റർ. ബി ആരാണ്? ഡെപ്റ്റർ. ക്ലിയർ? ₹20,000 ആണ്. ഫോർ 3 months 3 മാസത്തെ ക്രെഡിറ്റ് കൊടുത്തു. ആരാ ക്രെഡിറ്റ് കൊടുത്തത്? എ കൊടുത്തു. ആർക്കുള്ള ക്രെഡിറ്റാണ്? ബിക്കുള്ള ക്രെഡിറ്റാണ്. ക്ലിയർ? സോ ബിക്ക് 20,000 രൂപയുടെ ക്രെഡിറ്റ് കൊടുത്തിട്ട് സാധനം വിറ്റു എ. ക്ലിയർ? സോ ഇഫ് agreed, എ ക്യാൻ ഡ്രോ എ ബിൽ. ക്ലിയർ? എ എന്ത് തയ്യാറാക്കാം? ഒരു ബില്ല് തയ്യാറാക്കാം. അപ്പം എ ആരാണ്? എ ഈസ് ദി ഡ്രോയർ. ക്ലിയർ? സോ എ ഈസ് ദ ഡ്രോയർ. ഡ്രോയർ എന്നും പറയാം, അല്ലെങ്കിൽ മേക്കർ എന്നും പറയാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ക്രെഡിറ്ററായിട്ടുള്ള എ എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് തയ്യാറാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ ബില്ലെന്താ? ഇറ്റ് ഈസ് കോൾഡ് എ ഡ്രാഫ്റ്റ്. ക്ലിയർ? ഇതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ്. ആൻഡ് ഇറ്റ് വിൽ ബിക്കം ക്ലിയർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൺലി വെൻ ബി ക്ലിയർ റൈറ്റ്സ് ദ വേർഡ് അക്സെപ്റ്റഡ് ആൻഡ് സൈൻ ഇറ്റ്. ക്ലിയർ? അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് ബി എന്ത് ചെയ്തു? അതിൽ സൈൻ ചെയ്യുമ്പോൾ മാത്രമേ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നുള്ളൂ. ക്ലിയർ? ഇപ്പോൾ ഇവിടെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഡ്രോയറാണ്, ബി എന്ന് പറയുന്നത് ഡ്രോയി ആണ്. ക്ലിയർ? അപ്പോൾ ആരാണ് പൈസ കൊടുക്കേണ്ടത്? ബി ആണ്. ആർക്ക് പൈസ കൊടുക്കണം? എക്ക് കൊടുക്കണം അല്ലേ? അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഡ്രോയിയുമാണ്. ക്ലിയർ? അതുപോലെ തന്നെ പേയറുമാണ്. പേയർ എന്താ? പേയർ എന്ന് പറഞ്ഞാൽ പേ ചെയ്യേണ്ട വ്യക്തിയാണ്. എ ആരാണ്? ഡ്രോയറുമാണ്. അതുപോലെ തന്നെ പേയുമാണ്. ക്ലിയർ? എന്താ? പേയ്മെൻറ്റ് കിട്ടേണ്ട വ്യക്തിയാണ്. ക്ലിയർ? അപ്പം ഈ രീതിയിൽ എ സോൾഡ് ഗുഡ്സ് ടു ബി ആൻഡ് എ ഡ്രോസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് വിച്ച് ഈസ് ബീയിങ് accepted by the B. Clear? And put his signature, and therefore it become a bill of exchange and become a negotiable instrument in the eyes of law. Clear? അപ്പോൾ ഈ അക്സെപ്റ്റൻസോട് കൂടി മാത്രമേ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ക്ലിയർ? The essentials of a bill of exchange. Number 1, നമ്പർ ഓഫ് പാർട്ടീസ് അല്ലേ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടി ഉണ്ടാവാം? സാധാരണ ഇതിൽ 3 പാർട്ടീസ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ? ആരൊക്കെയാണ് പാർട്ടി? നമ്പർ 1 ഡ്രോയർ. ക്ലിയർ? നമ്പർ 2 ഡ്രോയി. നമ്പർ 3 പേയി. ക്ലിയർ? അപ്പോൾ ഡ്രോയി ആരാണ്? ഡ്രോയർ ആരാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. പേയി ആരാണ്? പൈസ കിട്ടേണ്ട വ്യക്തി. ക്ലിയർ? ചിലപ്പോൾ ഈ ബില്ല് എഴുതിയിരിക്കുന്ന ഡ്രോയർ എ അയാൾ എന്ത് ചെയ്യും? ബി അല്ലാത്ത വേറൊരു വ്യക്തിക്ക് സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, ഇത് എൻഡോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരുടെ കൈവശമാണ് ബില്ല്? സി ആണ്. അപ്പോൾ സി ആണ് ആര്? പേയ്, പൈസ കിട്ടേണ്ട വ്യക്തി. ക്ലിയർ? അപ്പോൾ നോർമലി ഡ്രോയർ തന്നെയായിരിക്കും പേയ്. പക്ഷെ ഡ്രോയർ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ബില്ലിനെ വേറൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ, ആ സമയത്ത് പേയ് എന്തായിരിക്കും? വ്യക്തിയായിരിക്കും. ഇനി എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബാങ്കിൽ കൊണ്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ബാങ്ക് ആയിരിക്കും പിന്നെ പേയ് ആയിട്ട് വരിക. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ 3 പാർട്ടീസ് ഉണ്ട്. ആരൊക്കെയാണ് പാർട്ടീസ്? ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. So a person who writes or draws a bill is called as a drawer. A person who gets, clear, or a person to whom the bill is drawn and who makes an acceptance of the bill is called as a drawee, and the person to whom the payment is to be made is called as a payee.
ക്ലിയർ? ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. Must be in writing. Clear? So the bill of exchange must be in writing. It should be signed by the drawer. Clear? അതുപോലെ തന്നെ it should be accepted by the drawee. അല്ലേ? ആര് അക്സെപ്റ്റ് ചെയ്യണം? ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം. എക്സ്പ്രസ് ഓർഡർ ടു പേ, അതിലെന്താ കൊടുക്കേണ്ടത്? പൈസ തരൂ എന്ന് വേണ്ട റിക്വസ്റ്റ് അല്ല, അല്ലേ? ഇറ്റ് വിൽ നോട്ട് ബി എ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദി എ ടു ബി. ക്ലിയർ? ബട്ട് ഇറ്റ് ഇസ് എൻ ഓർഡർ മെയ്ഡ് ബൈ എ ടു ബി ഫോർ പേയിങ്. ക്ലിയർ? കാരണം എ ആണ് ബിക്ക് ക്രെഡിറ്റിന് വിറ്റിരിക്കുന്നത്. അപ്പോൾ ബി എന്ത് ചെയ്യണം? എക്ക് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എക്ക് എന്ത് ചെയ്യാം? എ ക്യാൻ ഓർഡർ. ക്ലിയർ? എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഓർഡർ അനുസരിച്ച് മറ്റൊരു വ്യക്തിക്കോ ഒരു നിശ്ചിത തുക, ക്ലിയർ, നിശ്ചിത സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബിയുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഓർഡർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ക്ലിയർ? ഇന്നത് ചെയ്താൽ നിങ്ങൾ പൈസ കൊടുക്കും എന്ന് പറയുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവില്ല. പിന്നെ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ക്ലിയർ? ഓക്കെ. ദെൻ ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. അതാണ് അടുത്ത പോയിന്റ്. ക്ലിയർ? ഓർഡർ എന്ത് ചെയ്യണം? അൺകണ്ടീഷണൽ ആയിരിക്കണം. സോ ദ ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആൻഡ് ദ ഓർഡർ ടു പേ ബിൽ മസ്റ്റ് നോട്ട് ബി ഡിപ്പെൻഡ് ഓൺ സർട്ടൻ കണ്ടീഷൻ ഈവൻ. അല്ലെ? ഫ്യൂച്ചറിൽ സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് അല്ലേ ഒരു നിശ്ചിത ദിവസമോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? പൈസ കൊടുക്കാൻ പറയാം. ക്ലിയർ? ഓർഡർ ടു പേ മണി ഓൺലി. അല്ലേ? പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ ഇന്ന സാധനം തരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്താൻ പറ്റില്ല. ക്ലിയർ? ഓർഡർ ടു പേ എ സർട്ടൻ സം ഓഫ് മണിയാണ്. ക്ലിയർ? കുറച്ച് എമൗണ്ട്, നിശ്ചിത എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഓർഡർ ചെയ്യേണ്ടത്. ക്ലിയർ? സം പേയബിൾ ടു ബി സർട്ടൻ. അല്ലേ? എത്ര രൂപ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. ക്ലിയർ? ഓക്കെ. പാർട്ടീസ്. ക്ലിയർ? എന്താണ് പാർട്ടി എന്ന് നമ്മൾ നേരത്തെ നോക്കിയല്ലേ? 3 പാർട്ടീസ്, ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ക്ലിയർ? അതിനെ സംബന്ധിച്ചുള്ള സെർട്ടനിറ്റി അതിലുണ്ടായിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ക്ലിയർ? സെർട്ടനിറ്റി ഓഫ് പാർട്ടി. ആരാണ് ഡ്രോയർ, ആരാണ് ഡ്രോയി, ആരാണ് പേയി എന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. ക്ലിയർ? മസ്റ്റ് ബി സൈൻഡ്. എന്ത് ചെയ്തിരിക്കണം? സൈൻഡ് ബൈ ദ മേക്കർ ആൻഡ് ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി. ക്ലിയർ? ഡ്രോയർ സൈൻ ചെയ്തിരിക്കണം, അതുപോലെ ഡ്രോയി അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ? എന്താണ് അക്സെപ്റ്റൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത് കിട്ടുന്ന വ്യക്തി, അതായത് കടപ്പെട്ടിട്ടുള്ള ഡെപ്റ്റർ, അല്ലേ, അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് അതിൽ അക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? അക്സെപ്റ്റൻസ് ആയിട്ട് മാറും. ക്ലിയർ? ദ വേർഡ് അക്സെപ്റ്റൻസ്, ക്ലിയർ, അക്സെപ്റ്റഡ് ഷുഡ് ബി റിട്ടൺ ആൻഡ് സൈൻഡ്. ഓക്കെ. മസ്റ്റ് ബിയർ ദി സ്റ്റാമ്പ്. ക്ലിയർ? സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ക്ലിയർ? സോ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 അനുസരിച്ചുള്ള റിക്വയർഡ് എമൗണ്ട് ഓഫ് സ്റ്റാമ്പ് പതിച്ചിട്ടായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ. ദെൻ അതർ ഫോർമാലിറ്റീസ്, മറ്റുള്ള ഫോർമാലിറ്റീസ് കൂടെ കംപ്ലൈ ചെയ്യണം. സോ ഫോർമാലിറ്റീസ് സച്ച് ആസ് ഡേറ്റ്, പ്ലേസ്, കൺസിഡറേഷൻ എക്സെട്ര ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ക്ലിയർ? അപ്പോൾ ഏത് പ്ലേസിൽ വെച്ചിട്ട് കൊടുക്കണം, ഏത് ഡേറ്റിന് കൊടുക്കണം, എന്ത് കൺസിഡറേഷനാണ്, അല്ലേ? അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യണം? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കാണിച്ചിരിക്കണം. Then requisites of a contract is to be complied with. അല്ലേ? ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് ക്ലിയർ? ഇതൊരു സെയിൽ ഓഫ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എഗ്രിമെന്റ്, അല്ലേ? സെയിലിന് വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ് പോലെയാണ്, കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള എല്ലാ കംപ്ലയൻസസും റിക്വസിറ്റ്സും ഇതിൽ ഉണ്ടായിരിക്കണം. അല്ലേ? അപ്പം എന്താണ്? ഓഫർ ഉണ്ടായിരിക്കണം, അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ? അതുപോലെ തന്നെ വാല്യൂ കൺസിഡറേഷൻ പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ? ആ രീതിയിലെല്ലാം വേണം ഇതിൽ. ഓക്കെ. ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇതിൽ ഫുൾഫിൽഡ് ആയിരിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താ? സോ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ഓഫ് ബില്ലിൻ്റെ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് ബില്ലിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ക്ലിയർ? നമ്പർ 1 ഈസ് ഡിമാൻഡ് ബിൽ ആൻഡ് ടേം ബിൽ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത്, ഡിമാൻഡ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ബില്ലിനെ ഡിമാൻഡ് ബിൽ എന്ന് പറയും. ടേം ബിൽ എന്താണ്? അല്ലേ? ഇത്ര മാസം കഴിഞ്ഞിട്ട് ബില്ലെത്താം. പേ ആഫ്റ്റർ 3 months, പേ ആഫ്റ്റർ 90 days, പേ ആഫ്റ്റർ 120 days. ഇങ്ങനെ ഒരു നിശ്ചിത ഡേറ്റ് കാണിച്ചിട്ടാണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിൽ
അല്ലെ ഒരു ടേം കാണിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, പീരീഡ് കാണിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെന്ത് പറയും? ടേം ബിൽസ് എന്ന് പറയും. സോ ഡിമാൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, there is no fixed date of payment for such bill. They become payable at any time when it is demanded by the drawer. Clear? Drawer ആവശ്യപ്പെടുന്ന സമയത്ത് ഡ്രോയി പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ? ഓക്കെ. ദെൻ ഡ്രോയറോ അല്ലെങ്കിൽ ഹോൾഡറോ അല്ലെങ്കിൽ പേയോ അല്ലെ കൊണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് പൈസ കൊടുക്കണം. അതാണ് ഡിമാൻഡ്. Term bill of exchange എന്താ? So these bills are payable after specified period of time, that is 30 days, 60 days after അല്ലെങ്കിൽ 90 days after. അപ്പോൾ ബില്ലിൻ്റെ ഡേറ്റ് മുതൽ 90 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം പൈസ കൊടുക്കേണ്ടത്. So the period on the basis of, for the purpose of writing this bill, clear, the bill is classified. അതുപോലെ തന്നെ after which this bill become payment. ഏത് പീരീഡാണോ അതിൽ കാണിച്ചിരിക്കുന്നത് ആ ബില്ലിന് ശേഷം എന്ത് ചെയ്യുന്നു? ബില്ല് പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ബില്ലിൽ പീരീഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നതിൻ്റെ ടെനർ ഓഫ് ദ ബിൽ, TENOR, ടെനർ മീൻസ് ടേം പീരീഡ്. ക്ലിയർ? സോ ടെനർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ടെനർ. സോ ഇറ്റ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ടെനർ. ക്ലിയർ? ഏത് ദിവസമാണത് ഡ്യൂ ഫോർ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഏത് പീരീഡിലേക്കാണോ അത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അതിനെ തന്നെ ടെനർ എന്ന് പറയും. ക്ലിയർ? മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നത് വരെയുള്ള പീരീഡ്. റൈറ്റിംഗ് ഓഫ് ദ ബിൽ ടു മെച്യൂരിറ്റി ഡേറ്റ് വരെയുള്ള പീരീഡ്. ക്ലിയർ? ദാറ്റ് ഈസ് ദ ടെനർ, കാലാവധി. ഓക്കെ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദി പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദ ബിൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബില്ല് എഴുതുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് പർപ്പസിന് വേണ്ടി ബില്ല് എഴുതുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബില്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ട്രേഡ് ബില്ലും വേറൊന്ന് അക്കോമഡേഷൻ ബില്ലും. ക്ലിയർ? ട്രേഡ് ബില്ല് എന്താണ്? അതിൻ്റെ പേര് കേൾക്കുന്ന പോലെ തന്നെ ട്രേഡ് പർപ്പസിന് വേണ്ടി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ, ക്രെഡിറ്റിന് സാധനം വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രേഡേഴ്സ്, സെല്ലേഴ്സ്, ബയ്യേഴ്സിൻ്റെ മുകളിൽ എഴുതുന്ന ബില്ലാണ് ട്രേഡ് ബിൽ. ഒരു ജെനുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കടത്തിന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന, സാധനം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയുടെ മുകളിൽ അല്ലേ, വിൽപ്പന നടത്തുന്ന വ്യക്തിൻ്റെ നിന്ന് ഒരു ബില്ല് എഴുതി ഒപ്പിട്ട് അക്സെപ്റ്റ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അത് ട്രേഡ് ബില്ലാണ്. ക്ലിയർ? പക്ഷെ അതല്ലാതെ അക്കോമഡേഷൻ എന്താ? തൽക്കാലം നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം മറികടക്കുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് തമ്മിലോ റിലേറ്റീവ്സ് തമ്മിലോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഒരു ബില്ല് എഴുതിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് പൈസ വാങ്ങിക്കുന്നു. ക്ലിയർ? ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്ന് പറയും അക്കോമഡേഷൻ ബിൽ എന്ന് പറയും. ക്ലിയർ? സോ എ ട്രേഡ് ബിൽ, these bill are drawn and accepted against the sale and purchase of goods or services on credit. ഗുഡ്സോ സർവീസോ, ക്ലിയർ, ക്രെഡിറ്റിന് വിൽക്കുമ്പോഴാണ് വരിക. സോ so these are drawn by the seller or creditor and it is accepted by the buyer or the debtor. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അക്കോമഡേഷൻ ബിൽ എന്താ? ആർ സച്ച് ബിൽസ് ഡു നോട്ട് ഇൻവോൾവ് എനി സെയിൽ ഓർ പർച്ചേസ്. സെയിലോ പർച്ചേസോ ഒന്നും വരാതെ ഇതെന്ത് ചെയ്യുന്നു? ദേ ആർ ഡ്രോൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ചിലപ്പോൾ അത് എന്തും കൂടെ ഉണ്ടാവില്ല, കൺസിഡറേഷനും ഉണ്ടാവില്ല. Clear? The purpose of such bill is to help one party or both for financial, clear, അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചെറിയൊരു കണ്ടിജൻസി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ബില്ലാണ്. ക്ലിയർ? സോ ദീസ് ബിൽ ഫർദർ, അതുപോലെ തന്നെയാണ് സേ ഫോർ എക്സാമ്പിൾ എ ഉണ്ട് ബി ഉണ്ടെന്ന് വിചാരിക്കുക, എ ബിയുടെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. ക്ലിയർ? ഒരു ദിവസം ബി വന്നിട്ട് പറയാണ് എ എടുത്ത് കുറച്ച് പൈസ ആവശ്യപ്പെടുകയാണ്. ക്ലിയർ? 50,000 rupees വേണമെന്ന് പറയണം. 50,000 രൂപ കൊടുക്കാൻ എയുടെ കൈവശം ഇല്ല. ബിക്കാണ് ഇത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. എ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു ബിസിനസ്മാനാണ്, റെപ്യൂട്ടഡ് ആണ്, എല്ലാ ബാങ്കുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ബിയുടെ പേരിൽ ക്ലിയർ ഒരു ബില്ല് എഴുതി കൊടുക്കും. അതായത് ബി എയുടെ പേരിൽ ഒരു ബില്ല് എഴുതുന്നു, എ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ഈ അക്സെപ്റ്റ് ചെയ്ത ബില്ലിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടുവയ്ക്കുന്നു. ക്ലിയർ? ഈ ബാങ്കിൽ എന്ത് ചെയ്യുന്നു? അവർ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അല്ലേ. ബാങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഫംഗ്ഷനൊക്കെ നോക്കുമ്പോൾ നോക്കി അല്ലേ. അപ്പം 50,000 രൂപയുടെ ബില്ല് ചിലപ്പോൾ 49,000 രൂപ കിട്ടും. ക്ലിയർ? അപ്പോൾ 49,000 രൂപ കയ്യിൽ കിട്ടി നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇങ്ങനെ ഒരു ടെമ്പററി ഫിനാൻഷ്യൽ അക്കോമഡേഷന് വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ബില്ലുകളാണ് അക്കോമഡേഷൻ ബിൽ. ദേ ആർ നോട്ട് ജെന്യുവൻ ട്രേഡ് ബിൽസ്. ക്ലിയർ? ദെൻ ബിൽസ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 2. ക്ലിയർ? എന്തൊക്കെയാണത്? ഓക്കെ, വൺ ഈസ് ഇൻലാൻഡ് ബിൽ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ ബിൽ. ക്ലിയർ? അതിൻ്റെ പേരിൽ തന്നെ അറിയാം അല്ലേ. ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ട്രേഡ് ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് വരുന്ന ബില്ലുകൾ ഇൻലാൻഡ് ബിൽ എന്ന് പറയും അല്ലേ. ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കുന്ന ബില്ലുകളൊക്കെ വരുമ്പോൾ ഫോറിൻ ബില്ലുകൾ എന്നും പറയും.
So inland bills are drawn in a country upon persons living in the same country or made payable in the same country. Clear, both drawer and drawee reside in the same country. Clear, ഒരേ രാജ്യത്തുള്ള വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷന് വേണ്ടി തയ്യാറാക്കുന്ന ബില്ലുകളൊക്കെ ഡൊമസ്റ്റിക് ബില്ല് അല്ലെങ്കിൽ ഇൻലാൻഡ് ബില്ലുകളാണ്. ക്ലിയർ? ഫോറിൻ ബിൽ എന്താ? സോ ദീസ് ബിൽസ് ആർ ഡ്രോൺ ഇൻ വൺ കൺട്രി ആൻഡ് അക്സെപ്റ്റഡ് ഇൻ പേയബിൾ ഇൻ അനദർ കൺട്രി. ക്ലിയർ, ഒരു രാജ്യത്ത് എഴുതി തയ്യാറാക്കുക, മറ്റൊരു രാജ്യത്ത് അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബില്ലുകളാണ് ഫോറിൻ ബിൽസ്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ എ ബിൽ ഡ്രോൺ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഈസ് അക്സെപ്റ്റഡ് ആൻഡ് പേയബിൾ ഇൻ ഇന്ത്യ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ബില്ല് എഴുതും അല്ലേ, അത് ഇന്ത്യയിലുള്ള ഒരാൾ അക്സെപ്റ്റ് ചെയ്യും, അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. ക്ലിയർ? ഇങ്ങനെ ബില്ല് എഴുതിപ്പെടുന്നതും പേയ്മെൻറ്റ് കിട്ടുന്നത് ഒരു രാജ്യത്ത്, ഒരു പാർട്ടി ഒരു രാജ്യത്ത്, വേറൊരു പാർട്ടി വേറൊരു രാജ്യത്ത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായി? ഫോറിൻ ബില്ലായി. മിക്കവാറും ഫോറിൻ ട്രേഡ് നടത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരിക. അപ്പോൾ പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടീസ് ആരൊക്കെയാ? ഒന്ന് ഡ്രോയർ, വേറൊന്ന് ഡ്രോയി, തേർഡ് വൺ ഈസ് പേയി. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഡ്രോയർ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ നേരത്തെ നോക്കിയില്ലേ? സോ സെല്ലർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ് ഒരു ബില്ല് സാധാരണ എഴുതി തയ്യാറാക്കുക. ഓക്കെ, ആരുടെ പേരിൽ തയ്യാറാക്കും? ഡെപ്റ്ററുടെ പേരിൽ തയ്യാറാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രെഡിറ്ററിനെ അല്ലെങ്കിൽ സെല്ലറിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഡ്രോയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എ ഡ്രോയർ ക്യാൻ bill, clear, can throw a bill on the debtor. Okay, then so after writing the bill of exchange, the drawer is required to sign and the bill as mark of the clear marker of the bill. Then അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയ ശേഷം എന്താണ് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സൈൻ ദ ബിൽ ആസ് മേക്കർ ഓഫ് ദ ബിൽ. മേക്കർ എന്ന നിലയിൽ എന്ത് ചെയ്യണം? അതിനെ സൈൻ ചെയ്യണം. അപ്പോഴേ അത് ഡ്രാഫ്റ്റ് ആവും. ഇനി ഈ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യണം? ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ബില്ലായിട്ട് മാറും. ഡ്രോയി ആരാണെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ആരുടെ പേർക്കാണോ എഴുതുന്നത് അവർ ഡ്രോയി. പേയി ആരാണ്? ആർക്കാണോ പൈസ കിട്ടേണ്ടത്? ദ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് ടു ബി മെയ്ഡ് ഈസ് കോൾഡ് ആസ് എ പേയി. ക്ലിയർ? സോ ദ ഡ്രോയർ ഓഫ് ദ ബിൽ ഹിംസെൽഫ് വിൽ ബി പേയി ഇൻ സർട്ടൻ കേസ് അല്ലേ? പൈസ കിട്ടാനുള്ളത് ആർക്കായിരിക്കും? ഡ്രോയർക്ക് തന്നെയാണ് പൈസ കിട്ടാനുള്ളതെങ്കിൽ ഡ്രോയറും പേയും ഒന്ന് തന്നെയായിരിക്കും. അല്ല, ഡ്രോയർ എന്ന് പറയുന്ന വ്യക്തി വേറൊരു വ്യക്തിക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും പേയി? വേറൊരു വ്യക്തിയായിരിക്കും പേയി. അപ്പം ഈ രീതിയിൽ പേയി നമുക്ക് പറയാൻ പറ്റും. സോ ദ പേയി മേ ബി ചേഞ്ച് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അല്ലേ? എപ്പോഴാണ് പേയി മാറുക? ഡ്രോയർ അല്ലാതായിട്ട് വരിക. സോ ഇൻ ദ കേസ് വെയർ ഡ്രോയർ ഹാസ് ഗോട്ട് ഹിംസെൽഫ് ഡിസ്കൗണ്ടഡ് അല്ലേ? ഡ്രോയർ അയാൾക്ക് കിട്ടിയ ബില്ലിനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തു. അല്ലേ? അപ്പോൾ പേയി ആരായിട്ട് മാറും? ബാങ്കിനാണ് പിന്നെ പൈസ കൊടുക്കേണ്ടത് അല്ലേ? നമ്മുടെ ഡ്രോയി പൈസ കൊടുക്കേണ്ടത് ബാങ്കിനാണ്, പൈസ കിട്ടാനുള്ളത് ബാങ്കിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്കായിട്ട് മാറും പേയി. ക്ലിയർ? സോ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഇൻസ്റ്റൻസ് ആണ്. പിന്നെയോ രണ്ടാമത്തെ കേസ് എന്താ? ഇൻ ദ കേസ് ഓഫ് ബിൽ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ഫേവർ ഓഫ് എ ക്രെഡിറ്റർ ഓഫ് ദ ഡ്രോയർ. ഡ്രോയറുടെ ക്രെഡിറ്ററിന് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. എന്താ പറയുക? എൻഡോഴ്സ്മെൻറ്റ്. എന്താ എൻഡോഴ്സ്മെൻറ്റ്? ഒരു വ്യക്തി അയാളുടെ എലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെ മറ്റൊരു വ്യക്തിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്, ട്രാൻസ്ഫർ. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ ആ സമയത്ത് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് അവരായിരിക്കും പേയി. ക്ലിയർ? മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തായിരിക്കും? ഡ്രോയറും പേയും ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, അക്സെപ്റ്റർ ആരാണ് അല്ലേ? ഹൂ ഈസ് ആൻ അക്സെപ്റ്റർ? ആരാണ് അക്സെപ്റ്റർ? ഡ്രോയി തന്നെയാണ് അക്സെപ്റ്റർ. ക്ലിയർ? ഇനി ഡ്രോയിയുടെ കേസിൽ ചിലപ്പോൾ ഡ്രോയിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡ്രോയിക്ക് വേണ്ടി വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ എ പേഴ്സൺ ഹു അക്സെപ്റ്റ് ദ ബിൽ ഈസ് നോൺ ആസ് ആൻ അക്സെപ്റ്റർ. നോർമലി ദ ഡ്രോയി വിൽ ബി ദി അക്സെപ്റ്റർ, ബട്ട് എ സ്ട്രേഞ്ചർ ക്യാൻ ആൾസോ ബിക്കം ആൻ അക്സെപ്റ്റർ ഓഫ് ദ ബിൽ ഓൺ ബിഹാഫ് ഓഫ് ദ ഡ്രോയി. ഡ്രോയിക്ക് വേണ്ടി മൂന്നാമത് ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ? അക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ? ഡ്രോയിക്ക് ഒരു ഇൻകപ്പാസിറ്റി വന്നു, ഇൻസോൾവൻസി വന്നു, അല്ലെങ്കിൽ ലുനാറ്റിക്സ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പം അവർക്ക് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവില്ല, പക്ഷേ പൈസ കടം കൊടുക്കാനുണ്ട്. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ഡ്രോയിക്ക് വേണ്ടി വേറൊരാൾ എന്ത് ചെയ്യേണ്ടി വരും? അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്ലിയർ? സോ ഡ്രോയി ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ്സ് ഇറ്റ് ബൈ സൈനിങ് ഓൺ ദ ഫേസ് ഓഫ് ദ ബിൽ. സാധാരണ എന്ത് ചെയ്യുന്നു?
ബില്ലിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ബില്ലിൽ തന്നെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യുകയാണ് ചെയ്യുക, ഡേറ്റ് ഇടും. സോ ഹീ ഷുഡ് thereby express his liability for payment. Accept ചെയ്യുന്നതോടുകൂടി എന്തായിട്ട് മാറി, ഇറ്റ് ബിക്കം ദ ഓബ്ലിഗേഷൻ ഓഫ് ദ ഡ്രോയി ടു മേക്ക് പേയ്മെൻറ്റ്. ക്ലിയർ? കാരണം ആ ഓബ്ലിഗേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് സൈൻ ചെയ്യുന്നത്. ക്ലിയർ? എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുക? എയ്തർ ഓൺ ഡിമാൻഡ് ബൈ ദ ഡ്രോയർ ഓർ ഓൺ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി ഡേറ്റ്. ക്ലിയർ? എൻഡോസി ആരാണ്? എൻഡോസി അക്സെപ്റ്റർ കഴിഞ്ഞ എൻഡോസറും എൻഡോസി അല്ലെ, രണ്ട് വ്യക്തികൾ. എൻഡോസർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറർ. ആരാണോ ഒരു ഇൻസ്ട്രുമെൻ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തി എന്ത് പറയും? എൻഡോസർ. സോ the holder transfers or endorses the instrument in favor of another person. The person who makes the transfer is called as a transferor or endorser, and the person who gets this instrument is called as an endorsee or transferee. Okay. താഴെ പേരിലേക്കാണോ ഇത് എഴുതി കൊടുക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അവർ എൻഡോസി ആണ്. ഓക്കെ. ദ ഹോൾഡർ ആരാണ്? ഹോൾഡർ. സോ ഹോൾഡർ ഓഫ് ദ ബിൽ എന്ന് പറയുന്നത് ആരാണ്? ഹോൾഡർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലീഗലി എൻടൈറ്റിൽഡ് ടു എ പൊസഷൻ ഓഫ് ഇറ്റ്. അയാളുടെ കൈവശമാണോ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത്, ലീഗൽ റൈറ്റ് ഉള്ളത് അല്ലേ, അവരെന്ത് പറയുന്നു? ഹോൾഡർ ഓഫ് ഇറ്റ്. And to receive and recover the amount due thereupon from the party. അപ്പോൾ ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കയ്യിൽ കിട്ടി, അതിൽ ആരുടെ പേർക്കാണോ എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലേ, ആരുടെ പേരാണോ ഡ്രോയർ ആയിട്ടുള്ളത്, അയാളെ നമ്മൾ ഡ്രോയർ എന്ന് പറയാം, ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. അയാൾക്കാണ് പൈസ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. സോ ഹീസ് ഹാവിങ് ദ പൊസിഷൻ. Okay. And he is either the payee or endorsee. അതാണ് ആരാവാം ഈ ഹോൾഡർ? ഒന്നുകിൽ പേയി ആവാം അല്ലെങ്കിൽ എൻഡോസി ആവാം. പേയ് എന്താ? പൈസ കിട്ടാൻ വ്യക്തിയുള്ള വ്യക്തി തന്നെയാവാം, അല്ലെങ്കിൽ എൻഡോസ് ചെയ്ത് കിട്ടിയിട്ട് പൈസ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തി ആവാം. അപ്പോൾ എൻഡോസി പേയി ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ എൻഡോസി ആവാം. Then the finder of the lost bill, okay, payable to bearer or a person in wrongful possession of such instrument is not a holder. Clear? അപ്പോൾ തന്നെ the finder of a lost bill payable to bearer, ഒരു ബില്ല് എഴുതി അല്ലേ, അതിൽ ആ ബില്ല് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അല്ലേ, ആ നഷ്ടപ്പെട്ടിട്ടുള്ള ബില്ല് അല്ലേ വേറെ ഒരു ആൾക്ക് കിട്ടി, അയാളെ ഹോൾഡർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ടെക്നിക്കലി ആൻഡ് ലീഗലി സ്പീക്കിംഗ് he cannot be called as a ഹോൾഡർ ഓഫ് ദ ബിൽ. കാരണം എന്താ? അയാൾക്കത് എലിജിബിലിറ്റി ഇല്ല, കൺസിഡറേഷൻ പാസ് ചെയ്തിട്ടില്ല, കോൺട്രാക്റ്റിൻ്റെ ഫുൾഫിൽമെൻ്റ് ഒന്നും അവിടെ വന്നിട്ടില്ല അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സോ ഫൈൻഡർ ഓഫ് എ ലോസ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൻ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഹോൾഡർ. അതുപോലെ തന്നെ എ പേഴ്സൺ ഇൻ ദി റോങ്ഫുൾ പൊസിഷൻ അല്ലേ, മോഷിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ റോങ്ഫുൾ ആയിട്ടുള്ള പൊസിഷൻ ഒരു ബില്ല് കൈവശം വെച്ചു, അയാളെ ഹോൾഡർ എന്ന് പറയാൻ പറ്റുമോ? ഹി കൻ നോട്ട് ബി കോൾഡ് ആസ് എ ഹോൾഡർ. ഓക്കെ. ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്, അടുത്ത വേറൊരു ടേമാണ് കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിരുന്ന വേറൊരു ടേമാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. സോ വെൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് or in any endorsement thereon the name of a person is given in addition to drawee to be resorted in case of need, such a person is called drawee in case of a need. So he is merely in the position of a drawee who has not accepted the bill. Clear? So the bill cannot be presented to him for acceptance but only for payment. Clear? അപ്പോൾ ഇവിടെ ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ബില്ല് തയ്യാറാക്കുമ്പോൾ ഡ്രോയിയുടെ പേരായിരിക്കും അതിലുണ്ടാവുക അല്ലേ, ഇന്ന പേര് ഒരാളുടെ പേരിലായിരിക്കും എഴുതുണ്ടാവുക. ആ ഡ്രോയി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിന് പുറമെ ഡ്രോയിയുടെ പേരിന് പുറമേ ഒരാവശ്യം വരികയാണെങ്കിൽ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? ഡ്രോയിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഡ്രോയിയുമായിട്ട് അല്ലേ എഗ്രി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ക്ലിയർ? സോ ഗിവൻ ഇൻ അഡീഷൻ ടു ദ ഡ്രോയി ടു ബി റിസോർട്ടഡ് ഇൻ കേസ് ഓഫ് എ നീഡ് ഓഫ് സച്ച് എ പേഴ്സൺ. ക്ലിയർ? ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ എന്ത് പറയാം? ഡ്രോയി ഇൻ കേസ് ഓഫ് എ നീഡ്. സോ
സോ ഹി ഈസ് കോൾഡ് ആസ് എ ഡ്രോയി ഇൻ കേസ് ഓഫ് ഒരു ആവശ്യം വരികയാണെങ്കിൽ ഡ്രോയി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പം ഇവിടെ ഇയാൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ക്ലിയർ? ഹി ഈസ് മിയർലി in the position of a drawee. Clear? Who has not accepted the bill. The bill cannot be presented to him for acceptance but only for clear പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പോകാം. കാരണം ഡ്രോയി ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും അല്ലേ അയാൾ എന്ത് കൺസെൻറ്റ് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് കൺസെൻറ്റഡ് ഫോർ ഗിവിങ് ക്ലിയർ ആക്ടിങ് ആസ് എ ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡ്രോയി സാധാരണ ഒറിജിനൽ ഡ്രോയി പൈസ കൊടുക്കാത്തൊരവസരത്തിൽ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? വി ക്യാൻ അപ്രോച്ച് ഫോർ ദി ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി കാണിക്കുന്നതാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ്. അക്സെപ്റ്റർ ഓഫ് ഹോണർ, accept for honor. Clear? എന്താണത്? ഈ ടേം എന്താണ്? So any person who voluntarily become a party to a bill of exchange as an acceptor by accepting it for the honor of the drawee or any person. Clear? So when the original drawee refuses to accept or refuses to furnish better security when demanded by the notary, then any person may step up in to safeguard the honor of a drawee or any endorser and behind himself by an acceptance. Clear? സാധാരണ ഒരു ബില്ല് എഴുതി തയ്യാറാക്കുമ്പോൾ ഡ്രാഫ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ട് സെല്ലർ ബയ്യർക്ക് കൊടുക്കുമ്പോൾ ബയ്യർ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഇനി ബയ്യർ പറയാണ് അല്ലേ, ഡ്രോയി പറയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ മോശമല്ലേ? അപ്പോൾ ആ ബയ്യർക്ക് മോശമാണ്, ഡ്രോയിക്ക് മോശമാണ്. അപ്പോൾ ബയ്യർ അല്ലെങ്കിൽ ഡ്രോയിക്ക് പരിചയമുള്ള ഒരാൾ അല്ലേ, ഒരു തേർഡ് പാർട്ടി ഡ്രോയിയുടെ അല്ലേ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി നമുക്കെന്ത് പറയാം? ഹി ക്യാൻ ബി കോൾഡ് ആസ് എ അക്സെപ്റ്റർ ഫോർ ഹോണർ. അവിടെ അക്സെപ്റ്റർ ആരാണ്? ശരിക്കുള്ള ഡ്രോയി അല്ല, പകരം വേറൊരു വ്യക്തിയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദ ഡ്രോയി another party, third party is making acceptance. Clear? Therefore he is called as an acceptor for honor. Okay? അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു ബില്ല് നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാൻ വേണ്ടി, നോട്ടിങ് എന്താണ്, പ്രൊട്ടസ്റ്റിംഗ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നോട്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നോട്ടറി പബ്ലിക് എന്ന് പറയും, വക്കീലാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു നോട്ടറി പബ്ലിക്കായിട്ട് ഗവൺമെൻറ് ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെടുത്ത് കൊണ്ടുപോയിട്ട് അത് നോട്ട് ചെയ്യും. ഇന്ന വ്യക്തി ഇന്ന ഡേറ്റിന് ഒരു ബില്ല് എഴുതി, ഇന്നത് ഞാൻ കണ്ടു, നോട്ട് ചെയ്തു. ക്ലിയർ? അവിടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ക്ലിയർ? ആ രജിസ്റ്ററിൽ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ലീഗൽ പ്രൊട്ടക്ഷനാണത്. ഒരു കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ അത് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കും. ക്ലിയർ? പിന്നീട് മറ്റേ ഡ്രോയിക്ക് അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഈ നോട്ടറി അടുത്ത് കൊണ്ടുപോയിട്ട് നോട്ടറി ഇത് ചോദിക്കുന്ന സമയത്ത് ഡ്രോയി ഞാൻ പറ്റില്ല, സെക്യൂരിറ്റീസ് ഒന്നും തരില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സമയത്ത് പ്രോബ്ലം വരാം. ക്ലിയർ? അപ്പോഴും വേറെ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? ഡ്രോയിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ്. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ എന്താവും? അവരെയും അക്സെപ്റ്റർ ഫോർ ഹോണർ എന്നാണ് പറയുക. അതുപോലെ ഒരു എൻഡോസർക്ക് ഇങ്ങനെ സംഭവിക്കാം അല്ലേ? അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കാം? എൻഡോസി കിട്ടിയിരിക്കുന്ന വ്യക്തി പൈസയ്ക്ക് വരുന്ന സമയത്ത് എൻഡോസർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, അങ്ങനെ വരുന്ന സമയത്ത് ഡിസോണറൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വേണ്ടി വരാം. അപ്പോഴും വേറൊരു പാർട്ടി ഇതിന് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഹോണർ. ക്ലിയർ? സോ അക്സെപ്റ്റൻസ് ബൈ ഫോർ ഹോണർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് അക്സെപ്റ്റൻസ്. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. So what is acceptance? A drawee is a buyer of the goods upon whom the bill of exchange is drawn. അല്ലേ? അതുകൊണ്ട് ഡ്രോയി എന്ത് ചെയ്യണം? ഈസ് റെഡി ടു മേക്ക് ദ പേയ്മെൻറ്റ് ഡ്യൂ ഫോർ ഹിം. ഒന്നുകിൽ ക്യാഷ് ആയിട്ട് നേരിട്ട് കൊടുക്കേണ്ടതാണ്. അതില്ലാത്തതുകൊണ്ടാണ് കടത്തിന് വാങ്ങിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അത് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സോ ഇങ്ങനെ കടത്തിന് വാങ്ങിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർ കടത്തിന് വാങ്ങിച്ചെന്ന് എന്താ തെളിവ്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി വാങ്ങിക്കുന്നത്. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സെല്ലർ അല്ലേ, ക്രെഡിറ്റിനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഡ്രോയി വാങ്ങിച്ചിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ബയ്യർ വാങ്ങിച്ചിട്ട് പോവുകയാണ്, ഡെപ്റ്ററിൻ്റെ ഒരു തെളിവുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സമയത്ത് പൈസ കൊടുക്കുക, ബില്ലിൻ്റെ പൈസ കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ഡ്രോയി ബാധ്യസ്ഥനാണ്.
So he has to write the word acceptance or accepted in the bill and put his signature on it. അപ്പോൾ acceptance ഇത്രയും കാര്യം ചെയ്യണം. So after writing the word accepted and putting his signature, drawing of the bill is known as a acceptor. ഇങ്ങനെ ഒരു ബില്ലിൽ തയ്യാറാക്കിയിരിക്കുന്ന ബില്ലിൽ അക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആരായിട്ട് മാറി? അക്സെപ്റ്റർ ആയിട്ട് മാറി. ക്ലിയർ? സോ ദ പ്രോസസ് ഈസ് കോൾഡ് അക്സെപ്റ്റൻസ്. ഇങ്ങനെ ഒരു ഡ്രോയി അയാളുടെ പേരിൽ എഴുതിയിരിക്കുന്ന ഒരു ബില്ലിൽ അക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അക്സെപ്റ്റൻസ്. സോ ആഫ്റ്റർ അക്സെപ്റ്റൻസ് ബിൽ ബിക്കം എ വാലിഡ് legal document and bill of exchange. Clear? And drawee is required to honor the bill on the due date. Then there are two types of acceptance, namely general acceptance and qualified acceptance. ഇങ്ങനെ ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ അക്സെപ്റ്റൻസ് ചെയ്യാറുണ്ട്. ഒന്ന് ജനറൽ അക്സെപ്റ്റൻസ്, രണ്ട് ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ എന്താണ് ഈ ജനറൽ അക്സെപ്റ്റൻസ്, എന്താണ് ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ്? ക്ലിയർ? The general acceptance requires signature of the acceptor only without stating any conditions thereto. Okay? ഒരു കണ്ടീഷൻസും സ്റ്റേറ്റ് ചെയ്ത് അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ജനറൽ അക്സെപ്റ്റൻസ് ആയി. ക്ലിയർ? ഹവർ മെൻഷൻ എ ബാങ്ക് or a specified place of payment or a part payment thereof makes the acceptance qualified. Clear? ഇന്ന ബാങ്കിലൂടെ മാത്രം പൈസ കൊടുക്കാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അക്സെപ്റ്റഡ് എഴുതിയിട്ട് ക്ലിയർ പേയ്മെൻറ്റ് മെയ്ഡ് ഓൺലി ത്രൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പം എന്തായത്? ക്വാളിഫൈഡ് അക്സെപ്റ്റൻസാണ്. ക്ലിയർ? അല്ലെങ്കിൽ അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഓൺലി ഇൻ പാലക്കാട് ടൗൺ. ഇപ്പം എന്തായി? ക്വാളിഫൈഡ് അക്സെപ്റ്റൻസാണ്. ക്ലിയർ? ഇങ്ങനെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നു. സോ ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് varies the express terms of the bill of exchange originally drawn, and thereby the drawer can refuses to consider the bill as accepted. Clear? അപ്പോൾ വേണമെങ്കിൽ ഡ്രോയർക്ക് സമ്മതിക്കാം, അതല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കാം. ക്ലിയർ? കാരണം എന്താ, ഒരു ബില്ല് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടീഷൻസ് ഒന്നും വെക്കാതെയാണ് എഴുതിയത് അല്ലേ? പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ക്വാളിഫിക്കേഷൻ വെക്കുകയാണെങ്കിൽ ഡ്രോയർക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഡ്രോയർ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് ആ അക്സെപ്റ്റൻസ്, ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ലീഗലായിട്ടുള്ള വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അതിലെ ടേംസ് അനുസരിച്ചിട്ട് പേ. അപ്പോൾ പാലക്കാട് ടൗണിൽ മാത്രമേ പൈസ കൊടുക്കുള്ളൂ പറഞ്ഞാൽ അവിടെ വെച്ചിട്ടേ കൊടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അത് ലീഗലായിട്ട് മാറും. അതർവൈസ് എവിടെയാണ് ഡ്രോയർ ആവശ്യപ്പെടുന്നത് അവിടെ പൈസ കൊടുക്കുന്നത്. ക്ലിയർ? സോ സംടൈംസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേ ബി അക്സെപ്റ്റഡ് ബൈ അനദർ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ദി ഡ്രോയി. അല്ലേ? ഡ്രോയിക്ക് പകരമായിട്ട് വേറൊരാൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്, അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ബൈ ക്ലിയർ സത്താർ, ഒരു പേരാണ് കേട്ടോ, അപ്പോൾ റുബേഷിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന സത്താർ എഴുതിയിട്ടുള്ളൊരു ബില്ല് മേ ബി അക്സെപ്റ്റഡ് ബൈ അനദർ പേഴ്സൺ കോൾഡ് വിൽസൺ. തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അല്ലേ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്സെപ്റ്റൻസ് ബൈ ഹോണർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അക്സെപ്റ്റഡ് ഫോർ ഹോണർ. അപ്പോൾ ഈ രീതിയിലും ചെയ്യും. So these are all some of the aspects related to bill of exchange. So നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന എന്താ? ഫോർമാറ്റ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫോർമാറ്റാണ്. ക്ലിയർ? സാമ്പിൾ ഫോർമാറ്റ്. അപ്പോൾ ഇത് നോക്കൂ അല്ലേ, എന്തൊക്കെയാണ് കണ്ടൻസ് വരിക? എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എമൗണ്ട് ഹാസ് ബീൻ ഷോൺ. ക്ലിയർ? അതുപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ സ്റ്റാമ്പ് അല്ലേ, സ്റ്റാമ്പ് അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് ഒട്ടിക്കാനുള്ള സ്ഥലമാണ്. എന്നിട്ട് വേർഡിങ്സ് നോക്കുക എങ്ങനെയാണ് വന്നിരിക്കണം? 60 days ആഫ്റ്റർ ദ ഡേറ്റ്. ഇതാണ് ആഫ്റ്റർ ദ ഡേറ്റ്. ഇവിടെ പ്ലേസ് ആൻഡ് ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഈ ഡേറ്റിന് ശേഷം വരുന്ന 60 ദിവസം. ക്ലിയർ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഡേറ്റ് ഓഫ് ദ ബില്ലിന് ശേഷം വരുന്ന 60 days കഴിഞ്ഞിട്ട്. So 60 days after the date, 60 days after the date, pay Mr. ABCക്ക് പൈസ കൊടുക്കുക എന്നാണ് അവിടെ പറയും. ക്ലിയർ? എ സം ഓഫ് റുപ്പി. ക്ലിയർ? then 2 lakh rupee. Clear? For value received. എഴുതി സൈൻ ചെയ്ത് ഡ്രോയർ. ക്ലിയർ? ഇപ്പോൾ ഡ്രോയറുടെ പേര് എഴുതി അവിടെ സൈൻ ചെയ്ത് ഡ്രോയറുടെ അഡ്രസ്സ് എഴുതി. ക്ലിയർ?
എന്നിട്ട് എന്ത് ചെയ്യുന്നു, താഴെ ഇവിടെ അല്ലേ അക്സെപ്റ്റൻ. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റഡ് എന്ന് എഴുതി, ഡ്രോയി സൈൻ ചെയ്തു, ഡ്രോയുടെ പേര് എഴുതി, എന്നിട്ടോ അയാളുടെ അഡ്രസ്സ് എഴുതി. അപ്പോൾ അതോടുകൂടി എന്തായിട്ട് മാറിയത്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറി. സോ വേറൊരു സാമ്പിൾ ബില്ലാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്ലിയർ, സ്റ്റാമ്പിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് ക്ലിയർ, ഈ രീതിയിൽ നമുക്ക് എഴുതാം. അതുപോലെ പ്ലേസും ഡേറ്റ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ, ഡ്രോയറുടെ പ്ലേസും ഡേറ്റും അതിന് എഴുതുന്ന സ്ഥലത്തുള്ള പ്ലേസും ഡേറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. എന്നിട്ടോ എൻ്റെ കണ്ടന്റ് നോക്ക്. ക്ലിയർ, 2 months ആഫ്റ്റർ ഡേറ്റ് പേ ടു മീ, എനിക്കോ എന്ന് പറയുന്ന ആരാണ്, ഡ്രോയറുടെ പേരാണ് അവിടെ വരിക. ക്ലിയർ, ആരാണോ ഡ്രോയർ അവരാണ്, അവർക്കാണ് പേര്. ഓർ ടു മീ ഓർ മൈ ഓർഡർ, അല്ലെങ്കിലോ ഡ്രോയർ ഇപ്പോൾ വേറെ ആൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തിരുന്നു വിചാരിക്കുക, അപ്പോൾ അയാൾക്കാണ് പൈസ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ടു മൈ ഓർഡർ അല്ലേ, എൻ്റെ ഓർഡർ അനുസരിച്ച് മറ്റൊരാൾക്കോ. എ സം ഓഫ് റുപ്പി 80,000 അല്ലെങ്കിൽ 8,000 എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കാണിക്കുന്നു. ക്ലിയർ. സോ 800 ആണെങ്കിൽ 800, ഓക്കെ. 8,800 ആണെങ്കിൽ 8,800. ഓൺലി ഇവിടെ ബ്രാക്കറ്റ് കേട്ടോ, ഫോർ വാല്യൂ റിസീവ്. ക്ലിയർ, എഴുതി. എന്നിട്ടോ അതുപോലെ ഡ്രോയുടെ പേരും ഡീറ്റെയിൽസ് എഴുതി, ഡ്രോയറുടെ പേര് എഴുതി. ക്ലിയർ, സിഗ്നേച്ചർ, അവരുടെ ഡ്രോയറുടെ അഡ്രസ്സും പ്ലേസൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്രോയറുടെ പേര് എഴുതി സൈൻ ചെയ്താൽ മാത്രമേ. ഞാൻ അക്സെപ്റ്റഡ് എന്ന് എഴുതി, ആര് സൈൻ ചെയ്തു, വേറൊരാൾ സൈൻ ചെയ്തു. ആരാണത് വ്യക്തി എന്ന് പറയുന്നത്, മുകുന്ദ് ഏജൻസീസ് എന്ന് പറയുന്നത് അവരൊരു ഡ്രോയിങ് ആണ്. ക്ലിയർ, അപ്പോൾ അവരുടെ പേരും അഡ്രസ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അക്സെപ്റ്റഡ് എന്നുള്ള സീൽ ഒന്നെങ്കിലും ഇട്ടിട്ട് അവരെന്ത് ചെയ്തു, സൈൻ ചെയ്തു. അപ്പോൾ അതോടുകൂടി എന്തായിട്ട് മാറി, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ് അല്ലേ, പേ ടു മീ അല്ലേ, എനിക്ക് പൈസ തരൂ എന്നുകൊണ്ടൊരു ഓർഡറാണ് ചെയ്യുന്നത്. ആരടുത്ത് ഓർഡർ ചെയ്യുന്നു, ഡ്രോയിയുടെ അടുത്ത് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ, കാരണം എന്താ, ഇത്രയും പൈസ ഡ്രോയി കൈപ്പറ്റിയിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ടു മൈ ഓർഡർ, അല്ലെങ്കിലോ എൻ്റെ ഓർഡർ അനുസരിച്ച് വേറെ ഒരാൾക്ക് പൈസ കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ വേറൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ കാണുന്നത്. ക്ലിയർ, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ സ്റ്റാമ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, റിക്വയർഡ് സ്റ്റാമ്പ്, അത് ക്യാൻസൽ ചെയ്തു. എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ, സമ്മ അല്ലെ, ഡ്രോയറുടെ പേരും അഡ്രസ്സും ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ, ഡ്രോയർ സൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 60 days ആഫ്റ്റർ ദ ഡേറ്റ്, ഈ ഡേറ്റ് 60 ദിവസം കഴിഞ്ഞിട്ട് പേ ടു. ക്ലിയർ, ഇന്ന ആൾക്ക് പൈസ കൊടുക്കുക എന്നിട്ട് ഒരു വ്യക്തിയുടെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ, ഓക്കെ. ഓർ ഹിസ് ഓർഡർ, ഈ വ്യക്തിക്കോ ഇതിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ചോ പൈസ കൊടുക്കുക. റുപ്പീസ്, എത്ര പൈസയാണ്, 9,500 റുപ്പീസ്. അത് വ്യക്തമായിട്ട് വേർഡ്സിലും ഫിഗറിലും കാണിച്ചിട്ടുണ്ട്. ക്ലിയർ, ഫോർ വാല്യൂ റിസീവ്ഡ് എഴുതി. ദെൻ ടു അല്ലേ, ഡ്രോയിയുടെ പേരും അഡ്രസ്സും എഴുതി. ഡ്രോയി എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ, അക്സെപ്റ്റഡ് എന്ന് എഴുതി സീല് വെച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായി, ഒരു ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് മാറി. ക്ലിയർ, സോ ഇറ്റ് ബിക്കം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ എൻഡോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു കാര്യമാണ്. ക്ലിയർ, സാധാരണ ഒരു ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ, ക്ലിയർ, അതിൻ്റെ ബാക്കിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെ മറിച്ചിട്ട് നമ്മൾ ബാക്കിൽ എന്ത് ചെയ്യുന്നു, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന അവരുടെ പേര് എഴുതി. ക്ലിയർ, എൻഡോസ്ഡ് ടു എന്ന് പേര് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, താഴെ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, ഒപ്പിടുന്നു. അപ്പോൾ എന്തായിട്ട് മാറി, അയാൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് മാറി, അയാളുടെ പേരിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതായിട്ട് മാറി. ക്ലിയർ, ഇങ്ങനെ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് വിചാരിക്കുക, എമൗണ്ട് സെറ്റിൽ ചെയ്യാണെന്ന് വിചാരിക്കുക, ഡെപ്സോ ഓബ്ലിഗേഷൻസോ ലയബിലിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാസ് ഓൺ ചെയ്യാൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പാസ് ഓൺ ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയും. ക്ലിയർ, സാധാരണ അതെന്ത് ചെയ്യുന്നു, ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റിൽ സൈൻ ചെയ്തുകൊണ്ടാണ് അത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെക്കാണെങ്കിൽ ശരി, പ്രോമിസറി നോട്ടാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ശരി.